എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു 10 ഡേയ്സായി. എൻ്റെ ഹെയർ വാഷ് ചെയ്തു. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഹെയർ വാഷ് ചെയ്തു. ഇപ്പോൾ ഒരുപാട് പൊറ്റ പോലെ ഈ ഭാഗത്ത് എൻ്റെ ഉണ്ടായിരുന്നു. തലയിലെ ഭാഗത്ത് ഭയങ്കര പൊറ്റ അതായത് നമ്മുടെ ഹോളിട്ടാണല്ലോ ഇത് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഹോളിട്ട ഭാഗത്തൊക്കെ ഒറ്റ പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്ലഡ് സ്റ്റെയിനൊക്കെ ഉണ്ടായെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇന്ന് നല്ലപോലെ വാഷ് ചെയ്ത് കളഞ്ഞ് കുറച്ച് ഭാഗങ്ങളിൽ ആ പൊറ്റ ഇപ്പോഴും ഉണ്ട് കേട്ടോ, ജസ്റ്റ് ഉണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ നമ്മൾ ഡെയിലി വാഷ് നമുക്ക് ഡെയിലി റൊട്ടീനിൽ നമുക്ക് ഡെയിലി വാഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളത്. എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ വീഡിയോ ലെങ്ത്തായിട്ട് പറയുന്നില്ല, കുറച്ച് പാർട്ടായിട്ട് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ഹെഡ് വാഷ് കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ എനിക്ക് കുറച്ച് മൾട്ടി വൈറ്റാമിൻ ടാബ്ലറ്റ്സ് തന്നിട്ടുണ്ട്. കാര്യം നമ്മുടെ ഹെയർ ലോസിന് പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് നമ്മുടെ വൈറ്റമിൻ ഡി ആണ് നമ്മുടെ ഹെയർ ലോസിന് മെയിൻ കാരണമായിട്ടുള്ളത്. എനിക്കറിയില്ലായിരുന്നു. കാരണം വൈറ്റമിൻ ഡി സാധാരണ നമുക്ക് സൺലൈറ്റിലൂടെ കിട്ടുന്ന സാധനമാണ്. വൈറ്റമിൻ ഡി ആണ് നമുക്ക് മെയിനായിട്ട് ഹെയർ ലോസ് ഉണ്ടാക്കുന്ന കാരണം. വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സ് തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മൾട്ടി വിറ്റമിൻ ടാബ്ലറ്റ്സ് തന്നിട്ടുണ്ട്. ഒരു ഡാൻഡ്രഫ് ഷാമ്പു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ബേബി ഷാമ്പു തന്നിട്ടുണ്ട്. ഡാൻഡ്രഫ് ഷാമ്പു നമുക്ക് വീക്കിലി വൺസ് ടു ആണ് ഉപയോഗിക്കുന്നത്. ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപയോഗിക്കാം. പിന്നെ ബേബി ഷാമ്പു ഡെയിലി ഉപയോഗിക്കാം. ഡെയിലി നമുക്ക് ഈ റൊട്ടീനാണ് ചെയ്യേണ്ടത്. പിന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം, ഞാൻ ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ പ്രധാനപ്പെട്ട വേറെ കുറച്ച് കാര്യങ്ങൾ ഇതേപറ്റി വീഡിയോ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഓക്കെ.